ഈ വധശ്രമം എന്നൊക്കെ ഉള്ളത് വളരെ കൂടിയ അത്യുക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഗോപികൃഷ്ണൻ കഥ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഓർക്കുന്ന പഴയൊരു കാര്യം, 1970 അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്ന CH മുഹമ്മദ് തലശ്ശേരി ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ഗംഗാധര മാരാർ എന്നൊരാൾ ആസിഡ് ബൾബ് എറിഞ്ഞു. അവർ തമ്മിൽ വ്യക്തിവിരോധമൊന്നുമില്ല, രാഷ്ട്രീയമാണ്. അദ്ദേഹം നേരത്തെ PR കുറുപ്പിനെ നിലന്തല്ലുകൊണ്ട് അടിച്ച കേസിൽ പ്രതിയായിരുന്നു. അതൊക്കെ ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഗംഗാധര മാരാർ അന്ന് പാർട്ടി മെമ്പറാണ് നിൽക്കാറില്ല, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നാണ് വാർത്ത വന്നത്. അപ്പോൾ അങ്ങനെ ആസിഡ് ബൾബാണ് എറിഞ്ഞത്, ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത് അദ്ദേഹത്തിന് നേരെ മുഖത്ത് കൊണ്ടില്ല, അത് ഒരു ജനലിൽ തട്ടിയിട്ട്. കാരണം ഒരു പോലീസുകാരൻ അദ്ദേഹം അപകടകാരിയാണ് എന്ന് അറിയുന്ന സംശയമുള്ള പോലീസുകാരൻ നേരത്തെ തന്നെ മുഹമ്മദ് കോയോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തെ ഒന്ന് ചെക്ക് ചെയ്യാൻ അനുവദിക്കാൻ. ഒരു നിവേദനം തരാൻ വേണ്ടി വരുന്ന ഒരാളെ ചെക്ക് ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് CH പറഞ്ഞിട്ടാണ് ഇയാൾ കയറി വന്നത്. അപ്പോൾ എറിഞ്ഞപ്പോൾ ജനാലയെ തട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് വരികയാണ്, അല്ല നേരെ മുഖത്തേക്ക് വന്നില്ല. അങ്ങനെയൊക്കെ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇപ്പം PR കുറുപ്പ് എത്ര ദിവസം ബോധം കെട്ട് കിടന്നു. ഇദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 മാസം തടവിൽ കിടന്ന ആളാണ് മാരാർ. അക്രമങ്ങൾ ഇവിടെ ഇല്ലാത്തത് ഇപ്പോൾ ഇവിടെ ഇന്ന് ഭരണപക്ഷത്തിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരൊക്കെ സമയാസമയങ്ങളിൽ മാറി മാറി അക്രമങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയല്ല, കാരണം അതൊന്നും പുതിയ കാര്യങ്ങളല്ല. പിന്നെ പ്രതിഷേധിക്കാറുണ്ട്, കരിങ്കൊടി കാണിക്കാറുണ്ട്, അതിന് എതിരായിട്ട് പ്രതിരോധിക്കാറുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് വധശ്രമം എന്നൊക്കെ പറയുന്നത്, വധശ്രമത്തിന് നടക്കുന്ന ഒരാൾ ഈ ഇത്രയും പോലീസുകാരുടെ നടുവിൽ ഒരു പട്ടാപ്പകല് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ടാണോ വധശ്രമം നടത്തുക? എനിക്ക് മനസ്സിലാവുന്നില്ല. വധിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പം അന്ന് നേരത്തെ വിമാനത്തിൽ കയറിയ ചെറുപ്പക്കാരെ പറ്റി മുഖ്യമന്ത്രിക്കെതിരായിട്ട് വധശ്രമം എന്ന് പറഞ്ഞു. വധശ്രമം നടത്തുന്ന ആൾ അങ്ങനെയൊന്നുമല്ല. വധശ്രമം നടത്തുന്നത് എങ്ങനെയാണ് നമുക്ക് അനുഭവം ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കൊലപാതകം നടക്കുന്നത്, ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകം എന്നൊരു വാക്കിന് വലിയ പ്രചാരമുള്ള ഒരു ഭാഷയാണ് മലയാളം. കൊലപാതക രാഷ്ട്രീയം എന്നുള്ളത് നമ്മുടെ സാധാരണ കാര്യമാണ്. ഇപ്പോൾ ഒരു കൊലപാതകം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് വിചാരിക്കുന്ന പാർട്ടികളാണ് ഇവിടുത്തെ പ്രധാന പാർട്ടികളൊക്കെ. അതുകൊണ്ടാണ് ആ വാക്കിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് വധശ്രമം എന്നൊക്കെ പറയുന്നത് വളരെ അത്യുക്തിയാണ്, അതിശയോക്തിയാണ്. പിന്നെ വധശ്രമം നടത്തുന്ന ഒരാളും പോലീസുകാരെ നടുവിലിട്ടിട്ട് അത് നടത്തുന്നു വിചാരിക്കുന്ന ഒന്നും സത്യം പറഞ്ഞാൽ ഒരു സാമാന്യ ബുദ്ധി ഇല്ലാത്ത വർത്തമാനമാണെന്ന് ഞാൻ പറയും.